വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എക്കണോമിക്സിൻ്റെയും സെറ്റ് എക്കണോമിക്സിൻ്റെയും പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ RBIയുടെ ന്യൂ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ഫെബ്രുവരി 7-ാം തീയതി മോണിറ്ററി പോളിസി അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പുതിയ റിപ്പോർട്ട്, അല്ലേ, റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും പുതിയൊരു റിപ്പോർട്ട് വന്നിരുന്നു, അല്ലേ. റിപ്പോ റേറ്റ് 0.25% റെഡ്യൂസ് ചെയ്ത് 6.25 ആക്കി എന്നുള്ളത്, അല്ലേ. പുതിയ RBI ഗവർണർ വന്നിട്ടുള്ള ഫസ്റ്റത്തെ മാറ്റാണ്. അതും ഫീച്ചർ എന്തെന്ന് പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷമാണ് റിപ്പോ റേറ്റിൽ ഒരു നേരിയ മാറ്റം വരുത്തുന്നത്. The Reserve Bank Governor Sanjay Malhotra announced a cut in the policy repo rate under the Liquidity Adjustment Facility by 0.25% and reduced it to 6.25. അപ്പോൾ മുൻപ് 6.50 ആയിരുന്നു 5 ഇയേഴ്സ് ആയിട്ട് RBIയുടെ റിപ്പോ റേറ്റ്. അത് ഇപ്പോൾ എത്രയാണ്? 0.25% റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. RBI has forecasted growth rate of 6.7% for the Indian economy in 2025-26 period. അതായത് മെയിനായിട്ട് ഈ റിപ്പോ റേറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് ഗ്രോത്തിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പോ റേറ്റിൽ ഇപ്പോൾ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. എത്രത്തോളം മാറ്റം സംഭവിക്കുമെന്നുള്ളത് പറയാൻ സാധിക്കില്ല. അപ്പോൾ എത്രയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? 6.7% ആണ് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ RBI ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഈ റിപ്പോ റേറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ബോറോ മണി ഫ്രം സെൻട്രൽ ബാങ്ക് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ്. അതായത് ഷോർട്ട് ടേം ഫണ്ട്സ് ആയിട്ട് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിൽ നിന്നും കടമെടുക്കുന്നതിനെയാണ് കടമെടുക്കുന്ന ആ ഇൻട്രസ്റ്റ് റേറ്റിനെ പറയണതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന എന്താണ്? റീപർച്ചേസ് ഓപ്ഷൻ ഓർ റീപർച്ചേസ് എഗ്രിമെൻ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിൽ നിന്നും കടമെടുക്കുന്നതാണ് റിപ്പോ റേറ്റ്. അപ്പോൾ റിവേഴ്സ് റിപ്പോ എന്തായിരിക്കും? കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും സെൻട്രൽ ബാങ്ക് പൈസ കടമെടുക്കുന്നതിനുള്ള റേറ്റാണ് റിവേഴ്സ് റിപ്പോ. അപ്പോൾ ആ ടേമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇപ്പോൾ റിപ്പോ റേറ്റ് കുറച്ചു എന്ന് പറഞ്ഞു. എന്ത് മുൻകൂട്ടി കണ്ടിട്ടാണ്? 6.7% എക്കണോമിക് ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് 2025-26 പീരീഡിൽ 6.7% ഗ്രോത്ത് റേറ്റ് ഇന്ത്യൻ ഇക്കോണമിക്ക് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ റിപ്പോ റേറ്റ് കുറച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ റിപ്പോ റേറ്റ് കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. The main reason behind the cut in the repo rate is stimulate economic growth by making borrowing more individuals and business. മെയിൻ ഐഡിയ എന്ന് പറഞ്ഞത് എന്താണ്? ഈ റിപ്പോ റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോറോവേഴ്സിന് ഗുണകരമാവാനാണ്. എക്കണോമിക് ഗ്രോത്ത് കൂട്ടാൻ എന്തൊക്കെയാണ് അവർ കണ്ടിരിക്കുന്നത് വഴി? ഈ ഗ്രോത്ത് എന്താ പറയുക, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ എന്താണ്, ബോറോയിങ് കൂടുതൽ ബോറോവേഴ്സിന് അത് ഹെൽപ്പായിരിക്കും. അതായത് ഇപ്പോൾ ഇൻഡിവിജ്വൽസ് അതുപോലെ തന്നെ ബിസിനസ്സുകാരൊക്കെ എന്താണ്, കുറേ പദ്ധതികൾ അല്ലെങ്കിൽ കുറേ പ്രോജക്ട്സുകളൊക്കെ കൊണ്ടുവരാനായിട്ട് അവർക്ക് കടമെടുക്കാനിപ്പോൾ ഈ റിപ്പോ റേറ്റ് കുറച്ചാൽ എന്താണ്, അവർക്ക് ലോണും ഒക്കെ മോർ ആക്സസബിൾ ആയിരിക്കും. അതൊക്കെ എയിം ചെയ്ത് കണ്ടിട്ടാണ് RBI റിപ്പോ റേറ്റ് കുറച്ചിട്ടുള്ളത്. The rate cut helped bank to lending rates, making credit more accessible and affordable for borrowers. Further, low interest rate can lead to increased borrowing and spending and investment, ultimately create job creation and employment. മെയിനായിട്ട് അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ബോറോവേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പോ റേറ്റ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ലോൺ നല്ല ആക്സസബിൾ ആയിരിക്കും, അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ ആൾക്കാരെന്താണ്, കൂടുതൽ ലോൺ എടുത്തിട്ട് പുതിയ പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുവഴി എന്താണ്, എക്കോണമിയിൽ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ ഉണ്ടാകുമെന്നൊക്കെയാണ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. However, low repo rate can lead to high inflation as increased money supply drive up price. അതിന് നെഗറ്റീവ്, ഇപ്പോൾ 2 പോസിറ്റീവ് ഇമ്പാക്റ്റാണ് കണ്ടത്. ബോറോവേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് കൂട്ടുക, ഇൻവെസ്റ്റ്മെൻറ്റ് എംപ്ലോയ്മെൻ്റ് ഒക്കെ കൂട്ടുക എന്നുള്ള രീതിയിലും. നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്കോണമിയിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത് ഹൈ ഇൻഫ്ലേഷൻ കൂടും. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ ആദായ നികുതിയുടെ പരിധിയൊക്കെ ഒരുവിധം കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്,
അവരെ കയ്യിലത്തെ ഇൻകം എന്താണ് എക്കോണമിയിലെത്തും. ഈ റിപ്പോ റേറ്റ് കുറച്ചതിൻ്റെ ഭാഗമായിട്ട് എന്താണ് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ എന്താണ് എക്കോണമിയിൽ സ്പെൻഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കൂടുമ്പോൾ എന്താണ് വീണ്ടും ഇൻഫ്ലേഷൻ കൂട്ടാനാണ് ഈ റിപ്പോ റേറ്റ് കൊണ്ട് ഉണ്ടാവുന്ന മറ്റൊരു എഫക്റ്റ്. ഇറ്റ് ക്യാൻ റെഡ്യൂസ് സേവിങ് ഡ്യൂ ടു ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ സേവ് ചെയ്യാൻ ഇഷ്ടപ്പെടും, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, അതായത് കയ്യിൽ ലോൺ എടുത്തിട്ട് പുതിയ പ്രോഗ്രാമും പുതിയ പ്രോജക്റ്റൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കുറേ വ്യക്തികളുണ്ടാവും, ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. അവർ ചിലപ്പോൾ അവർ ഇൻകം എന്താണ് സേവ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുക. പക്ഷേ അവർക്ക് അത് സേവ് ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതിൻ്റെ പേരിൽ അവർക്ക് പൈസ കൂടുതൽ കിട്ടുമോ? ഇല്ല. അപ്പം എന്താണ് അത് സേവിങ്സിനെയും നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ റിപ്പോ റേറ്റ് കുറച്ചു. മോണിറ്ററി പോളിസി അല്ലെങ്കിൽ RBI ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? എക്കണോമിക് ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്തത് 6.7 ഗ്രോത്ത് മുൻകൂട്ടി കണ്ടിട്ടാണ് അവർ റിപ്പോ റേറ്റ് കുറച്ചത്. മെയിനായിട്ട് ബോറോവേഴ്സിന് ഗുണം ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്കും ഗുണം ചെയ്യും. പക്ഷേ മറ്റേ സൈഡിൽ എന്താണ് എക്കോണമിയിൽ ജോബ് ക്രിയേഷൻസ് ഉണ്ടാവും. മറ്റൊരു സൈഡിൽ എന്താണ് അത് ഹൈ ഇൻഫ്ലേഷനും മണി സപ്ലൈ കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഹൈ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ സേവിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെയാണ് ബാധിക്കുക. ഇനി നമുക്ക് പോളിസി റേറ്റ്സ് നോക്കാം. റിപ്പോ റേറ്റ് 6.25 ആണ്. സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് 6%, മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് 6.50, ബാങ്ക് റേറ്റ് നോക്കുക 6.50, ഫിക്സ്ഡ് റിസർവ് റിപ്പോ റേറ്റ് 3.35%. ഇനി ക്യാഷ് റിസർവ് റേഷ്യോ 4% ആണ്. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 18% ആണ്. അപ്പോൾ ഈ റേറ്റുകളും ഒന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. മെയിനായിട്ട് ബാങ്ക് റേറ്റ് 6.50 നോക്കുക. അതുപോലെ തന്നെ CRR 4%, SLR 18%, അതുപോലെ തന്നെ റിപ്പോ 6.25. ഇതെല്ലാം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ RBIയുടെ ന്യൂ മോണിറ്ററി പോളിസിയുമായിട്ടുള്ള ഡീറ്റെയിൽസാണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്